പല സഹോദരങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. റമദാൻ മാസത്തിലെ നോമ്പ് ഖളാ ഉണ്ട്. യാത്ര കാരണമോ രോഗം കാരണമോ ഒക്കെ നോമ്പ് നഷ്ടപ്പെട്ടു. പക്ഷേ അത് നോറ്റുവീട്ടുന്ന വിഷയത്തിൽ പലപ്പോഴും അത് കൃത്യസമയത്ത് നോറ്റുവീട്ടാതെ മറ്റൊരു റമദാൻ കടന്നു വരുന്നത് വരെ അത് പിന്തിപ്പിച്ചു. എങ്കിൽ അതിൻ്റെ വിധി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് പല സഹോദരങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സംശയമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖളാ ഉള്ള നോമ്പിനെ പിന്തിപ്പിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒരാൾ പിന്തിപ്പിച്ചത് ഉദുറോടെയാണ്, അതായത് ശറഈയായ ഉദുറുണ്ട് അയാൾക്ക്. കാരണം അടുത്ത റമദാൻ വരുന്നത് വരെ നഷ്ടപ്പെട്ട ആ നോമ്പ് നോറ്റുവീട്ടാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. കാരണം അദ്ദേഹം രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോറ്റുവീട്ടാൻ കഴിയാതെ പോയതാണ്. അങ്ങനെയാണെങ്കിൽ ലാ ഇസ്മ അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ യാതൊരു കുറ്റവുമില്ല. ലി അന്നഹു മഅദൂർ, അദ്ദേഹം ഉദുറുള്ളവനാണ്, കാരണമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് അവസരം കിട്ടുമ്പോൾ അത് നോറ്റുവീട്ടിയാൽ മതി. എന്നാൽ രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവർ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും യാതൊരു കാരണവുമില്ലാതെ അടുത്ത റമദാൻ പ്രവേശിക്കുന്നത് വരെ ഖളാ ഉള്ള നോമ്പിനെ അവർ നോറ്റുവീട്ടിയില്ല. എങ്കിൽ അതിനെ സംബന്ധിച്ച് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത് ഫഹുവ ആസിമുൻ, അയാൾ കുറ്റക്കാരനാണ്. അതുകൊണ്ട് തന്നെ അയാൾ എത്രയും വേഗം നോറ്റുവീട്ടേണ്ടതുണ്ട്, ഖളാ വീട്ടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുകയും ചെയ്യണം. കാരണം കൂടാതെയാണ് വളരെ ഗൗരവമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ ഈ നോമ്പിനെ അയാൾ പിന്തിപ്പിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ പണ്ട് ലോകത്തുള്ള ഒരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ വിവിധങ്ങളായ വീക്ഷണമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ കാരണം കൂടാതെ നോമ്പിനെ പിന്തിപ്പിച്ച ഈ വ്യക്തി നോമ്പ് നോറ്റുവീട്ടുന്നതിൻ്റെ കൂടെ ഓരോ മിസ്കീനും ഭക്ഷണം നൽകേണ്ടതുണ്ടോ? അതിനെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതയുണ്ട്. ഈ വിഷയത്തിൽ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയും ഇമാം ഷാഫിഈ റഹിമഹുല്ലയും അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയും അവരുടെ അഭിപ്രായം അന്ന അലൈഹിൽ ഇത്ആം, അയാൾ നോമ്പ് നോറ്റുവീട്ടുന്നതിൻ്റെ കൂടെ സാധുക്കൾക്ക് ഓരോ നോമ്പിനും പകരം ഭക്ഷണം കൊടുക്കുകയും വേണം എന്നാണ് ഇവരുടെ അഭിപ്രായം. അതിനവർക്ക് തെളിവുള്ളത്, അതല്ലെങ്കിൽ അവരതിന് ഉപോത്ബലകമായി തെളിവായി സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ ചില സ്വഹാബിമാരിൽ നിന്ന് വന്ന ചില അഭിപ്രായങ്ങളാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുമൊക്കെ ഈ രൂപത്തിൽ ചില അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളുടെ ബലത്തിലാണ്, അതല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരഭിപ്രായം ഈ മൂന്ന് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരഭിപ്രായമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നഷ്ടപ്പെട്ടവർ ഖളാ വീട്ടണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭക്ഷണം കൊടുക്കാൻ അള്ളാഹു അവൻ്റെ കിതാബിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കേണ്ടതില്ല, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോമ്പ് നോറ്റുവീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ് എന്നാണ് അബൂ ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം. ഈ ഒരു അഭിപ്രായമാണ് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലയും പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല പറഞ്ഞു, വലം യദ്കുരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല അൽ ഇത്ആം, നോമ്പ് ഖളാ ഉള്ളവർ അതിൻ്റെ കൂടെ സാധുക്കൾക്ക് ഭക്ഷണവും കൂടെ കൊടുക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇന്നമാ ഖാൽ, മറിച്ച് അള്ളാഹു പറഞ്ഞത് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റുള്ള ദിവസങ്ങളിൽ നഷ്ടപ്പെട്ട അത്രയും നോമ്പ് നോറ്റുവീട്ടണം എന്ന് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഇമാം ബുഖാരി പറഞ്ഞ അഭിപ്രായം. അപ്പോൾ ഇമാം അബൂ ഹനീഫയെ അദ്ദേഹം ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹവും പറയുന്നു, ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല, മറിച്ച് ഇവിടെ നോറ്റുവീട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ഈ അഭിപ്രായങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ പല പണ്ഡിതന്മാരും പറയുന്നത്, സ്വഹാബത്തിന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ അഭിപ്രായം, അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ അവൻ്റെ വചനങ്ങളുടെ ആശയത്തിൻ്റെ, അതല്ലെങ്കിൽ പ്രത്യക്ഷ ആശയങ്ങൾക്ക് തന്നെ, ലാഹിറിന് തന്നെ എതിരായത് കൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ മാനിക്കാൻ പറ്റുന്നതല്ല. മാത്രവുമല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടതാണ്. അതായത്
സഹാബിമാർ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകുക അത് അലാ സബീലിൽ ഇസ്തിഹ്ബാബ്, ഒരാൾ കാരണം കൂടാതെ നോമ്പ് പിന്തിപ്പിച്ചാൽ അയാൾ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ കൂടെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ കൂടി നല്ല കാര്യമാണ് എന്ന അർത്ഥത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. ലാ അലാ സബീലിൽ വുജൂബ്, നിർബന്ധം എന്ന നിലക്കാകുകയില്ല പറഞ്ഞിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഇങ്ങനെ നോമ്പ് പിന്തിപ്പിച്ചാൽ മറ്റൊരു റമദാൻ വരുന്നത് വരെയാണെങ്കിൽ പോലും നോമ്പ് പിന്തിപ്പിക്കുകയാണെങ്കിൽ അത് കുറ്റകരമാണ്, തൗബ ചെയ്യണം. അതോടൊപ്പം നോമ്പ് ഖളാ വീട്ടിയാൽ മതി, അതല്ലാതെ ഭക്ഷണം കൊടുക്കൽ നിർബന്ധമില്ല. ഇനി ഒരാൾ ഭക്ഷണവും കൂടെ കൊടുക്കുകയാണെങ്കിൽ, സ്വഹാബിമാരുടെ അഭിപ്രായം മാനിച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എന്ന് അതിനെ സംബന്ധിച്ച് പറയാവുന്നതാണ് എന്നാണ് മഹാന്മാരായ ഉലമാക്കൾ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്കും പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.